ഇടിയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാനിതിൽ ജീരകം ചേർക്കാറുണ്ട്. ഇത് വെച്ചിട്ടാണ് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്നത്. ഇത് ചെറിയ ഹോളുള്ള അച്ചാണ് ഞാൻ എടുക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. പത്തിരി ഇടിയപ്പം പൊടി വാങ്ങുക. ഇതിപ്പോൾ ആലപ്പുഴ ഭാഗത്ത് നിന്നും ഉണ്ടാക്കുന്ന ഒരു പൊടിയാണ്. ഈ പൊടി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ നല്ല നൈസായിട്ട് കിട്ടും, നല്ല പഞ്ഞിപ്പ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാനിത് എടുക്കുന്നത്. ഇടിയപ്പത്തിലേക്ക് ഒരു മുറി തേങ്ങ വേണം. ഒരു മുറി വേണമെന്നില്ല, അപ്പുറം ഇപ്പുറമൊക്കെ അതിൻ്റെ മുകളിലോ അല്ലെങ്കിൽ അടിയിലോ നമുക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ്. തേങ്ങ ഇടുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നമുക്ക് ആദ്യം ഒരു 3 ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെക്കാം. അതൊന്ന് തിളക്കട്ടെ. ഒരു 5 പേര് അംഗങ്ങളായിട്ടുള്ള വീട്ടിൽ 1/2 കിലോത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെ പൊടി വേണ്ടി വരും. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചു. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് വെള്ളത്തിലേക്ക് ലയിക്കുമ്പോഴേക്കും നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ജീരകം ഇടണ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൊടിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. വെളിച്ചെണ്ണ ഒഴിക്കണത് സ്മൂത്ത് ആവാൻ വേണ്ടിയാണ്. നല്ല സ്മൂത്തായിട്ട് ഇടിയപ്പത്തിൻ്റെ ആ അച്ചിൽ കൂടി പെട്ടെന്ന് തന്നെ സ്മൂത്തായിട്ട് ഇങ്ങോട്ട് പൊടി വീഴാൻ വേണ്ടിയാണ് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. ജീരകം ചെറിയ ജീരകമാണ്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പിടാം. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഒട്ടും സമയം കളയരുത്. നമുക്ക് ഇത് ഒന്ന് അരിച്ചു മാറ്റാം. ഇനി അടുത്തതായിട്ട് നമുക്ക് പൊടിയിടാം. ഈ പൊടിയിലേക്ക് നമുക്ക് തിളച്ച പടി തന്നെ ആയിരിക്കണം, അധികം താമസിക്കരുത്, താറാൻ സമ്മതിക്കരുത്. തിളച്ച പടിയുള്ള ഈ വെള്ളം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് മാത്രം ഒഴിക്കുക. ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒരു 1/4 കിലോ പൊടിക്ക് 2 ഗ്ലാസ് വെള്ളം ആദ്യം ഒഴിച്ച് നോക്കുക. പിന്നെ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നോക്കുക. ഇതിൻ്റെ പൊടിയുടെ വ്യത്യാസം അനുസരിച്ച് വെള്ളത്തിന് വ്യത്യാസം ഉണ്ടാവും. എന്നാൽ കൂടുതൽ വെള്ളം ഒഴിക്കരുത്. കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കൂടുതൽ പൊടി ഇടേണ്ടി വരും. കുറേശ്ശെ ഒഴിച്ച് നോക്കുക. ഈ ഒരു പരുവം മതി. നമുക്കിനി ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം തികയാതെ വന്നു കഴിഞ്ഞാൽ പച്ചവെള്ളം ഒഴിക്കരുത്. എപ്പോഴും തിളപ്പിച്ചിട്ട് വേറെ വെള്ളം തിളപ്പിച്ചിട്ട് മാത്രം ഒഴിക്കുക. ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് പൊടി ഇടുന്നതിന് മുമ്പ് ഈ അച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് ആവി കൊള്ളിക്കണം. അല്ലെങ്കിൽ ആ അടിയിലത്തെ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് കഴുകിയതാണെങ്കിലും ഒന്നും കൂടി ആ തിളച്ച വെള്ളത്തിലിട്ടൊന്ന് മുക്കിയെടുക്കണം. എനിക്കിഷ്ടം ഇതുപോലെയല്ല, പ്ലാവിലയോ വാഴലയോ അല്ലെങ്കിൽ ഇതുപോലത്തെ പരുത്തിയില. ഇത് നല്ല വലിയ പരുത്തിയില കണ്ടു, ഒറ്റ പാത്രത്തിൽ വെക്കാൻ പറ്റും. പരുത്തിയില വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. തേങ്ങ ആദ്യം ഇട്ട് കൊടുക്കുകയാണ്. അധികമായിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കൂടി അമർന്നു പോകും. ഇത്രയും കഷ്ടപ്പാട് ഇതിൻ്റെ പുറകിലുള്ളതുകൊണ്ടാണ് അമ്മമാർ മിക്കപ്പോഴും ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് മടി കാണിക്കുന്നത്. തിന്നുമ്പോൾ ഭയങ്കര എളുപ്പമാണ്. ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടിയപ്പം നമുക്ക് സ്റ്റീമറിലേക്ക് വെക്കാം. എൻ്റെ ഈ ഇടിയപ്പം ഉണ്ടാക്കുന്ന സ്റ്റീമർ തീരെ ചെറുതായതുകൊണ്ട് 2 എണ്ണമൊക്കെ വെക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ ഇടിയപ്പം നന്നായിട്ട് വെന്ത്
ഈ ഇഡ്ഡലിത്തട്ടിൽ വെച്ചുണ്ടാക്കിയ ഇടിയപ്പമാണ് പ്ലേറ്റിലുള്ളത്. പിന്നെ ഇലയിൽ നമ്മൾ ഇലയിൽ വെച്ചിട്ടുണ്ടാക്കിയത്. ഇടിയപ്പത്തിന് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇടിയപ്പം മുട്ടക്കറിയാണ്. ഇടിയപ്പത്തിൻ്റെ കൂടെ കടലക്കറി ഉണ്ടാക്കാറുണ്ട്, വെജിറ്റബിൾ കറി, അതായത് ഉരുളക്കിഴങ്ങൊക്കെ കൂടി ഇട്ടിട്ടുള്ള കറി ഉണ്ടാക്കാറുണ്ട്. ഇടിയപ്പവും പാല് കറിയും കഴിച്ചിട്ടുണ്ടോ? നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഇടിയപ്പവും പാല് കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കുറച്ച് തേങ്ങാപ്പാൽ എടുക്കുക, അതിൽ കുറച്ച് പഞ്ചസാര ഇട്ട് ഒരു തരി ഏലക്കായ ഇട്ടിട്ട് ഒന്ന് കുറുക്കി എടുക്കുന്നതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം.